ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തീയലാണ്. അതിനായി ആദ്യമേ തന്നെ 1.5 കപ്പ് വെള്ളരിക്ക ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് പടവലങ്ങയും ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, തൊലി കളഞ്ഞ് ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ 2 കത്തിരിക്ക ഉണ്ടെങ്കിൽ എടുക്കാം, നമുക്കിപ്പോൾ 1 കത്തിരിക്കയേ ഉള്ളൂ, അതുകൊണ്ട് 1 കത്തിരിക്കയും കൂടി ഇങ്ങനെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. നമുക്കത് പാത്രത്തിലിട്ട് കൊടുക്കാം. സാമ്പാറിന് അരിയുന്നതിനേക്കാളും ചെറുതായിട്ട് വേണം നമ്മൾ ഇതിനെ അരിയാനായിട്ട്. രണ്ട് പച്ചമുളക് ഇങ്ങനെ അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നിമക്കനെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് അടച്ചു വെച്ച് തിളപ്പിക്കണം. ഈ ഒരു സമയം നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ആദ്യമേ തന്നെ 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 2 ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണം. മുക്കാൽ ടീസ്പൂൺ ജീരകം, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇത് വെള്ളം ചേർത്ത് നല്ലപോലെ അരച്ചെടുത്തിട്ട് വരണം. നമ്മുടെ കഷ്ണമൊക്കെ ഇപ്പോൾ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 10 വെണ്ടയ്ക്ക അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്, അതും കൂടി നമുക്ക് ഈ ഒരു സമയം ചേർത്ത് കൊടുക്കാം. ഇത് നേരത്തെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലപോലെ വെന്ത് പോവും, അതുകൊണ്ടാണ് ബാക്കിയുള്ളതൊക്കെ തിളച്ചിട്ട് മാത്രം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിത് വേണമെങ്കിൽ കുക്കറിലിട്ടും വേവിക്കായിരുന്നു, പക്ഷേ അപ്പോഴും ഈ വെണ്ടയ്ക്ക ഭയങ്കരമായിട്ട് വേവുന്നത് കൊണ്ടാണ് നമ്മൾ അല്ലാണ്ട് വേവിച്ചത്. വീണ്ടും നമുക്ക് അടച്ചു വെച്ച് തിളപ്പിക്കാം. വെണ്ടയ്ക്ക ചേർത്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് പുളിയും ഉപ്പും, ഇതിനാവശ്യമായിട്ടുള്ള പുളിയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം, എങ്കിലേ കഷ്ണങ്ങളിലൊക്കെ പിടിക്കത്തുള്ളൂ. ഇപ്പം നമ്മൾ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി ഒരു നെല്ലിക്ക വലിപ്പം അളവിലുള്ള പുളി നമ്മൾ വെള്ളത്തിൽ വെച്ചിരിക്കുകയായിരുന്നു, അതും കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഇനി നല്ലപോലെ എല്ലാം വേവിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ കഷ്ണമൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്, എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് മാറ്റി വെച്ച തേങ്ങാക്കൂട്ട് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു ലോ ഫ്ലെയിമിലാണ്. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പും പുളിയൊക്കെ നോക്കാം, വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ വീണ്ടും ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് മാത്രം ചേർക്കുക. ഇനി ഇത് തിളയ്ക്കാൻ പാടില്ല, തേങ്ങയുടെ പച്ച ചുവ ഒന്ന് മാറണം. ഈ ഒരു സമയം നമുക്ക് കടുക് വറുത്ത് കൊടുക്കാം. അതിനായിട്ട് ആദ്യം ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടുമ്പോഴേക്കും ഒരു 4-5 ചെറിയ ഉള്ളി അരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി. ഇപ്പോൾ ദാ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മളിനി കടുക് വറുത്തത് ഒഴിച്ചു കൊടുക്കുക. തീയലിൻ്റെ തീ നമ്മളിനി ഓഫ് ചെയ്ത് കൊടുക്കുക.
ഇത്രയേ ഉള്ളൂ, നമ്മുടെ പച്ച അരച്ച തീയൽ റെഡി. എല്ലാവരും തീയൽ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യം പച്ചക്കറി ഒന്ന് കട്ട് ചെയ്യുന്നത് മാത്രമേ ഇതിൽ കഷ്ടമായിട്ടുള്ളൂ, ബാക്കി എല്ലാം വളരെ സിമ്പിളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്